സർ, മുസ്ലിം ന്യൂനപക്ഷ വർഗീയതയുടെ ഫലമായിട്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഡൽഹിയിലേക്ക് എത്തിയത് പറയുന്നത് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ എ വിജയരാഘവനാണ്. അതിനെതിരെ ഇപ്പം പ്രതിഷേധമൊക്കെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. KC വേണുഗോപാലൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് ഈ വിജയരാഘവൻ്റെ പറച്ചിലൂടെ മനസ്സിലാകുന്നത്? എനിക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു നേതാവാണ് എ വിജയരാഘവൻ. ഒരു പത്രപ്രവർത്തകൻ്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രസംഗം റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ നേതാവ് എന്തെങ്കിലും ഒരു മണ്ടത്തരം പറഞ്ഞു കിട്ടുമോ എന്നുള്ളതാണല്ലോ. അതിനെ അങ്ങ് പർവ്വതീകരിച്ച് അല്ലേ, അതിനെ ഒന്ന് പ്രൊജക്ട് ചെയ്താൽ നല്ല വാർത്തയായി. അങ്ങനെ ഒരു പ്രതീക്ഷയായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ പ്രതീക്ഷയ്ക്ക് വേണ്ട വിധം പ്രതികരിക്കുന്ന ഒരാളാണ് വിജയരാഘവൻ. ഇതാണ് എനിക്ക് പ്രതീക്ഷയുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് അബദ്ധങ്ങൾ രമ്യ ഹരിദാസിനെ പറ്റി ഒക്കെ ലഭ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതെ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ റോഡിൽ അദ്ദേഹം പറഞ്ഞു ആളുകൾക്ക് നടന്നു പോയിക്കൂടെ, കാറുള്ളവരൊന്നും നമ്മൾ പരിഗണിക്കണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, അദ്ദേഹം അതിൽ കാണുന്നത് വിഭാഗീയതയാണ്. അതായത് വലിയ അദ്ദേഹം ഈ കോടിയേരിക്ക് ശേഷം അദ്ദേഹം ആക്ടിങ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം സെക്രട്ടറി ആകുന്ന അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതാണ്, സ്വപ്നവും കണ്ടു കാണും. അതെ. അപ്പോൾ പിണറായി വിജയൻ മറ്റേ ഗോവിന്ദനെ തിരഞ്ഞെടുത്തു, ഇദ്ദേഹത്തിന് സ്ഥാനം കിട്ടാതെ പോയി PB അംഗമായിട്ടും. അപ്പോൾ അതത്ര പിടിച്ചു കാണില്ല, സ്വാഭാവികമാണല്ലോ. അപ്പോൾ പുള്ളി പറയുന്നത് വെച്ചിട്ട് എന്താണ് എന്ന് വെച്ചാൽ, പിണറായി വിജയനും MV ഗോവിന്ദനും കാറുണ്ട്, കാറുള്ളവർ വരേണ്ടതില്ല എന്നല്ലേ വിജയരാഘവൻ പറഞ്ഞത്. അപ്പോൾ വിജയരാഘവനും കാർ കൊടുത്തു കാണല്ലേ പാർട്ടി? വിജയരാഘവനും കാർ കൊടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ചൈനയിലൊക്കെ ആണെങ്കിൽ പാർട്ടി PB മെമ്പർമാർക്കൊക്കെ കാറ് പാർട്ടി കൊടുക്കുന്നുണ്ടല്ലോ. അതുപോലെ വിജയരാഘവനും കൂടി കൊടുക്കുക. വിജയരാഘവന്റെ ഭാര്യയ്ക്ക് ഏതായാലും ഉണ്ടല്ലോ, വിജയരാഘവനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഈ കൊതിക്കെറിവിന് അറുതി വരുമായിരിക്കും. കാരണം കാറുള്ള പിണറായി വിജയനും MV ഗോവിന്ദനും പാർട്ടി സമ്മേളനങ്ങൾക്ക് പോകണ്ടെന്നല്ലേ വിജയരാഘവൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കാറുള്ളവർക്ക് വേണ്ടിയുള്ള പാർട്ടിയല്ല, നടന്നു വരുന്നവർക്ക് വേണ്ടിയുള്ള പാർട്ടിയാണിത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വെച്ചത് അല്ലേ? അവിടെ വഞ്ചൂരിലെ ആ സമ്മേളന സ്ഥലത്ത് ഗോവിന്ദൻ പോയിരുന്നല്ലോ. പോയി കാറിൽ തന്നെ ആയിരിക്കില്ലേ പോയിട്ടുണ്ടാവുക? അതെ, വലിയ കാറിലായിരിക്കും, ഒരാൾ മാത്രമേ കാണൂ. ഗോവിന്ദൻ കാറിൽ പോകുമ്പോൾ സഖാക്കൾ മുഴുവൻ ആ വഴിയിൽ നിന്ന് മാറിക്കൊടുത്തിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ കാറിന് മാത്രം മര്യാദയ്ക്ക് പോകാൻ പറ്റിയിട്ടുണ്ടാവും ആ വഴിയിൽ കൂടി. അപ്പോൾ അത് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബത്തേരിയിൽ ജില്ലാ സമ്മേളനം നടക്കുന്ന വേദിയിലാണ് ഈ വിജയരാഘവൻ ഇന്നലെ ഇത് പറഞ്ഞത്. വയനാട് ജില്ലാ സമ്മേളനം, അതിനോടനുബന്ധിച്ച യോഗത്തിലാണ് വിജയരാഘവൻ പറഞ്ഞത്. അപ്പോൾ വിജയരാഘവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 പേര് വയനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയി. ആരുടെ പിന്തുണയിലാണ് അവർ പോയത്? വർഗീയ മുസ്ലിം സഖ്യത്തിൻ്റെ തുണയോട് കൂടിയിട്ടാണ് 2 പേരും ഡൽഹിയിലെത്തിയത്. വർഗീയ മുസ്ലിം സഖ്യം. അല്ലാതെ രാഹുൽ ഡൽഹിയിലെത്തുമോ? പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ, അതാകാൻ കഴിയുമായിരുന്നോ? ഈ പ്രിയങ്കയുടെ ഘോഷയാത്രയ്ക്ക് മുന്നിലും പിന്നിലും ആരായിരുന്നു? ന്യൂനപക്ഷ തീവ്രവാദികളായിരുന്നു മുമ്പിലും പിന്നിലും. അവർ കോൺഗ്രസ് നേതൃത്വത്തിനൊപ്പം ഈ കോൺഗ്രസ് നേതൃത്വത്തിനൊപ്പമാണ് മുസ്ലിം വർഗീയ തീവ്രവാദികൾ. മുസ്ലിം വർഗീയ സഖ്യമില്ലാതെ രാഹുലിന് ഡൽഹിയിൽ എത്താൻ കഴിയുമോ? അത് ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഇത് വിജയരാഘവൻ ചോദിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിം ലീഗും വർഗീയ കക്ഷിയാണ് എന്നാണല്ലോ പറയുന്നത്. അതെ, മുസ്ലിം ലീഗിനെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് പാർട്ടിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതെ, പലപ്പോഴും പിണറായി വിജയൻ അങ്ങനെ ഒരു പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. മുസ്ലിം ലീഗ് പുരോഗമന കക്ഷിയാണ് എന്ന് MV ഗോവിന്ദൻ സെക്രട്ടറി ആയ ശേഷവും ആദ്യത്തെ പ്രസ്താവനകളിലൊന്ന് അങ്ങനെയായിരുന്നു. ലീഗ് വേണമെങ്കിൽ വന്നോട്ടെ എന്നുള്ള മട്ടായിരുന്നു. ലീഗ് വന്നോട്ടെ എന്ന് ആദ്യം പറഞ്ഞ ഒരാളാണ് MV രാഘവൻ. അതാണ് ബദൽ രേഖ എന്ന് പറയുന്നത്. അന്ന് പാർട്ടിയിൽ നിന്ന് അത് പറഞ്ഞുകൊണ്ട് പുറത്താക്കി. പിന്നെ പുറത്താക്കിയ ആളുകളെല്ലാം
അതും പറഞ്ഞ് നടന്നിരുന്നു ആ സഖ്യം. അപ്പോൾ ചില തെറ്റുകൾ കാലം കഴിയുമ്പോഴായിരിക്കും CPM മനസ്സിലാക്കുന്നത്. എം വി രാഘവൻ ക്രാന്തദർശിയായിരുന്നു എന്ന് പറയാം അല്ലേ? ക്രാന്തദർശി എന്ന് പറഞ്ഞാൽ കുറച്ച് കടുപ്പുള്ള വാക്കാണെങ്കിലും എല്ലാം മുൻകൂട്ടി കാണുന്ന ആൾ എന്നാണ് അതിന്റെ അർത്ഥം. അതെ, ദീർഘവീക്ഷണത്തോടുകൂടി പാർട്ടിയെ നയിക്കാൻ പറ്റുമായിരുന്നു അല്ലേ? അതെ, അദ്ദേഹം അന്നേ ലീഗിന്റെ കൂടെ ചേരണം എന്ന് പറഞ്ഞാണ്. അതിന്റെ കൂടെയാണ് ശിവദാസ മേനോൻ, നായനാരും ഒക്കെ നിന്നത്. അവരൊക്കെ സംരക്ഷിക്കപ്പെട്ടു. രാഘവൻ ബലിയാടായി പാർട്ടി കോൺഗ്രസിൽ വെച്ചിട്ട്. എന്നിട്ട് അന്ന് എറണാകുളത്തായിരുന്നു സംസ്ഥാന സമ്മേളനം നടന്നത്. അത് കഴിഞ്ഞ് പാർട്ടി കോൺഗ്രസിൽ വെച്ചിട്ട് ഇതിനെ അനുകൂലിച്ച് സംസാരിച്ചു ശിവദാസ മേനോനാണല്ലോ ഇംഗ്ലീഷ് അറിയുന്നത്. അപ്പൊ രാഘവന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഈ ലീഗിന്റെ കൂടെ ചേരണം എന്നൊക്കെ പറഞ്ഞ് ശിവദാസ മേനോനാ സംസാരിച്ചുകൊണ്ടിരുന്നത്. പാർട്ടി കോൺഗ്രസ്സിൽ അങ്ങേര് പറഞ്ഞത് നമ്മൾ ലീഗിനെയും കൂടി കൂട്ടിയില്ലെങ്കിൽ നമുക്ക് സ്പ്ലെൻഡിഡ് ഐസൊലേഷൻ ഉണ്ടാവും. അങ്ങേരുടെ ഒരു ഇംഗ്ലീഷാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. സ്പ്ലെൻഡിഡ് ഐസൊലേഷൻ, ഉഗ്രൻ പ്രയോഗം, ഗംഭീരമായ ഒറ്റപ്പെടൽ നമുക്കുണ്ടാവും ലീഗിനെയും കൂടി ചേർത്തില്ലെങ്കിൽ. ലീഗിനിപ്പോൾ പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും തുടർ ഭരണമൊക്കെ ആലോചിക്കാവുന്നതല്ലേ? അതെ, കാരണം ഒരു കാശിനും കൊള്ളില്ലാത്ത ഭരണമാണിത്. കേരള ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട ഭരണം. ഇപ്പോൾ വയനാട് ആകെ കുളവാക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? അതെ, മറ്റേ കരട് പട്ടികയില് വയനാടിന്റെ മേപ്പാടിയിലെ കഴിഞ്ഞ ദിവസം ബഹളമൊക്കെ നാട്ടുകാർ തന്നെ ഉണ്ടായി. അർഹരായ ലിസ്റ്റ് അനാവശ്യമായിട്ട് മറ്റേ BJP കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റേ കേന്ദ്രം സഹായം കൊടുക്കുന്നത് സംസ്ഥാനത്തിനെ മൊത്തം ബാധിച്ചോ, ഒരു സ്ഥലത്തിന് മാത്രമാണോ? ഇങ്ങനെ നോക്കിയിട്ടാണല്ലോ കൊടുക്കുന്നത്. മറ്റേ 2018 വെള്ളപ്പൊക്ക കാലത്ത് ഒക്കെ ഇഷ്ടംപോലെ പൈസ കിട്ടിയിട്ടില്ലേ? അത് ഒരുപാട് സ്ഥലങ്ങളെ ഒരുപോലെ ബാധിച്ചു. മൊത്തം കേരളത്തിനെ ബാധിച്ചാണ്. അങ്ങനെയാണ് അതിൻ്റെ കണക്കൊക്കെ. എന്നിട്ട് അതിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോ മറ്റോ കുറച്ച് പൈസയെ ബാക്കിയുള്ളൂ, 67 കോടി രൂപയോ അങ്ങനെയും പറയുന്നുണ്ട്. ഹൈക്കോടതി ചോദിച്ചു കഴിഞ്ഞപ്പോൾ കണക്ക്. അതിരിക്കട്ടെ, ഇപ്പോൾ വിജയരാഘവൻ പറഞ്ഞത് പാർട്ടിക്കകത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ ആളുകൾ നടക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല. 2024 ഈ ഏപ്രിലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ? അതെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർട്ടി എടുത്ത നിലപാടാണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം പ്രീണനമായിരുന്നു പരാജയ കാരണം. മുസ്ലിം പ്രീണനമാണ് പിണറായി വിജയൻ, ഗോവിന്ദൻ എല്ലാവരും കൊണ്ടുനടന്നത്. പിണറായി വിജയൻ ഒരുപാട് അസംബന്ധമൊക്കെ പറഞ്ഞു. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞത് ഏതോ മുസ്ലിം ഉണ്ടാക്കിയ മുദ്രാവാക്യമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് പിണറായി വിജയൻ പറഞ്ഞ മുസ്ലിമിനും 30 കൊല്ലം മുമ്പ് ചെമ്പകരാമൻ പിള്ള ഉണ്ടാക്കിയ മുദ്രാവാക്യമാണ് ജയ് ഹിന്ദ്. ഇങ്ങനെ മറ്റേ ഭാരത് മാതാ കി ജയോ ഏതൊക്കെയോ മുസ്ലിങ്ങളുടെ സംഭാവനയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതെ അതെ അതെ. ഇൻഗുലാബ് സിന്ദാബാദ് മുസ്ലിമിന്റെ സംഭാവനയാണ്. ഹസ്രത്ത് മൊഹാനി എന്ന് പറഞ്ഞ കവി, മുസ്ലിം ലീഗ് ഒക്കെ ആയിരുന്നു അദ്ദേഹം. പിന്നെ പാർട്ടിയുടെ കൂടെ ചേരുവൊക്കെ ചെയ്തിരുന്നു ഹസ്രത്ത് മൊഹാനി. അദ്ദേഹമാണ് ഇൻഗുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ബാക്കി പറഞ്ഞൊക്കെ അസംബന്ധമായിരുന്നു. ആരും എഴുതി കൊടുത്തിട്ട് KT ജലീൽ എഴുതി കൊടുത്തായിരിക്കും. അങ്ങനെയായിരിക്കും ഈ അബദ്ധമൊക്കെ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ആ വർഗീയ നിലപാടുമായിട്ടാണ് CPM ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. തോറ്റ് തുന്നം പാടി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പാർട്ടി യോഗം ചേർന്നു. അക്കാലത്ത് പറഞ്ഞിരുന്നത് CAA പൗരത്വ വിഷയം പറഞ്ഞിരുന്നു, പലസ്തീൻ വിഷയം പറഞ്ഞിരുന്നു, ഇന്തിഫാദ തുടങ്ങി പലതും കണ്ടിരുന്നു. ഇപ്പൊ പല ആളുകളും ചത്തുമലിച്ചിട്ടും ഇപ്പം മിണ്ടുന്നില്ല. ഇപ്പം ന്യൂനപക്ഷ പ്രീണനമില്ല, മറ്റേ വർഗീയതയില്ല, പലസ്തീനില്ല. പലസ്തീനൊക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നു, അതിനെപ്പറ്റിയൊന്നും മിണ്ടുന്നേ ഇല്ല, ഇല്ലേ? സിറിയയിൽ എന്തൊക്കെയോ സംഭവിച്ചു, MA ബേബി ഒന്നും പറയുന്നില്ല, വിജയരാഘവൻ ഒന്നും പറയുന്നില്ല. ഒരു പ്രശ്നത്തിനെ പറ്റിയും അറബ് ലോകത്ത് നടക്കുന്ന ഒന്നിനെ പറ്റിയും ഇപ്പൊ കാമ എന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. ഇതാണ് പാർട്ടിയുടെ അവസ്ഥ. അപ്പൊ ഹിന്ദു വോട്ടുകൾ മുഴുവൻ പോയി. ഹിന്ദു പാർട്ടിയായിട്ട് ഇത് കേരള സമൂഹത്തിൽ നിലനിന്നുകൊണ്ടാണ് BJP ഇവിടെ ക്ലച്ച് പിടിക്കായിരുന്നത്. കാരണം ഈഴവ വോട്ട് എന്തു പറഞ്ഞാലും ഈഴവ വോട്ട് കിട്ടും, കുറെ നായന്മാരുടെ വോട്ട് കിട്ടും. P. കൃഷ്ണപിള്ള മുതലുള്ള
നേതാക്കളൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതെ. ഇഷ്ടംപോലെ നായർ, എം.എൻ. ഗോവിന്ദൻ നായർ, ഇങ്ങനെ. അപ്പോൾ അങ്ങനെ മുസ്ലിങ്ങളെ വളയ്ക്കാൻ നോക്കി. പലസ്തീൻ പറഞ്ഞിട്ട്, CAA പറഞ്ഞിട്ട് അവരെല്ലാം പോയി കോൺഗ്രസിനുമൊക്കെ വോട്ട് ചെയ്തു. കാരണം CPM ഇവിടുന്ന് ജയിച്ചു പോയിട്ട് പാർലമെന്റിലൊന്നും ചെയ്യാനില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. അതെ. അപ്പോൾ അന്ന് തൊട്ട് ഹിന്ദുക്കളെ മടക്കി കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ട്. ഇതിൻ്റെ കൂടെ ഇന്നലെ MA ബേബി പറഞ്ഞതും കൂടി കൂട്ടി വായിക്കണം. MA ബേബി പറഞ്ഞതിൻ്റെ അകത്ത് ഗ്രാമർ മിസ്റ്റേക്കും ഉണ്ടായിരുന്നു. MA ബേബി പറഞ്ഞ വാചകം നമ്മുടെ ശക്തിയിൽ ബലഹീനതയുണ്ട് എന്നാണ് പറഞ്ഞത്. ശക്തിയിൽ ബലഹീനത എന്ന് പറയുന്നത് ഒരു സുഖമുള്ള വാചകമല്ല. നമുക്ക് ബലഹീനതയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ശക്തിക്ഷയമുണ്ട് എന്ന് പറയാം. ശക്തിയും ബലഹീനതയും കൂടെ പറയേണ്ട കാര്യമില്ല അല്ലേ? ശക്തിയിൽ ബലഹീനത എന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ട്. ഇങ്ങനെയാണ് ബേബിയുടെ വാചകം. അപ്പോൾ അതിൽ ബലഹീനത നമുക്ക് എടുക്കാം. ശക്തി ചോർന്നു പോയിട്ടുണ്ട്. നമുക്ക് ശക്തി ചോർന്നു പോയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങൾ ഇപ്പോൾ BJPയുടെ കയ്യിലാണ് എന്നൊക്കെ ബേബി പറഞ്ഞിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആള് പോകുന്നു. നിങ്ങളുടെ അയൽപക്കത്തുള്ള ആള്, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആള്, ഇവരൊക്കെ BJP ആയി മാറിയോ എന്ന് നിങ്ങൾ നോക്കണം. ഇങ്ങനെയാണ്. അതായത് ഹിന്ദു സഖാക്കള് ഹിന്ദുക്കളാണെന്ന് അവർ സ്വയം തിരിച്ചറിയുന്നു. അങ്ങനെ ഹിന്ദു സഖാക്കള് ഹിന്ദുത്വയുടെ കൂടെ പോകുന്നു, BJPയിൽ പോകുന്നു. ഹിന്ദു സഖാക്കൾ ധാരാളം ഉണ്ട്. അവർ വേറെ വഴി അന്വേഷിക്കുന്നു. ബിപിൻ ബാബുവിനെ പോലുള്ള ആളുകളൊക്കെ അതെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് BJPക്ക് പോകാനായിട്ട് BJPയിലേക്ക് പോകാൻ ആളുകൾ കിട്ടുന്നുണ്ട്. കാരണം CPM ഹിന്ദുത്വ സ്വീകരിക്കണം എന്നാണല്ലോ അതെ വിജയരാഘവൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതെ, ഹിന്ദുത്വം ഉള്ളൊരു പാർട്ടി ഉണ്ടല്ലോ, അതിലേക്ക് ആളുകൾ ഒഴുകിയെത്തില്ലേ, അങ്ങോട്ട് പോയാൽ മതിയല്ലോ. ഈ മധു തിരുവനന്തപുരത്ത് ഏരിയ സെക്രട്ടറി ആയിട്ടിരുന്ന അയാളും ഇപ്പം BJPയിലേക്ക് പോയില്ല. അതെ, ഇതെന്താന്ന് വെച്ചാൽ ഈ ഷൈസോഫ്രീനിയ, സ്കിസോഫ്രീനിയ എന്നും എഴുതി കാണും. 2 ഇരട്ട വ്യക്തിത്വം എന്ന് പറയുന്ന സംഭവം ഇതാണിപ്പോൾ. മറ്റേ ഹിന്ദുത്വം വേണം, മുസ്ലിങ്ങളും വേണം എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഈഴവ വോട്ടൊക്കെ പോയി. മുസ്ലിം പ്രീണനം പറഞ്ഞു നടന്നപ്പോൾ നമ്മളെന്ത് പറഞ്ഞാലും ഈഴവർ വോട്ട് ചെയ്തോളൂ, അത് നമ്മുടെ വോട്ട് ബാങ്ക് ആണെന്ന് പാർട്ടി കരുതിയിരുന്നു. അവർ പോയി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങളെ ഒട്ട് കിട്ടുന്നുമില്ല. ഇനി വീണ്ടും നമ്മൾ ഹിന്ദുത്വ പറയണം. അതാണ് വിജയരാഘവൻ പറയുന്നത്. നമ്മളിനി ഹിന്ദുത്വ പാർട്ടിയായി BJPക്ക് വെല്ലുവിളി ഉയർത്തണം. അതാണ് ഈ പറയുന്ന ന്യൂനപക്ഷ കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ പാലക്കാട് ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, പാലക്കാട്, ചേലക്കര നിയമസഭ, പിന്നെ വയനാട്, ഈ തെരഞ്ഞെടുപ്പുകൾ. ഇതിനു മുമ്പാണെങ്കിൽ പിണറായി വിജയൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകനാണെന്ന് പുച്ഛിച്ചിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്. അല്ല, ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പുച്ഛിച്ചു. വീണ്ടും നമ്മൾ ഹിന്ദുത്വമാകണമെന്ന് കരുതിയപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകനെ പോലെ സംസാരിക്കുന്നു. ഈ മുസ്ലിം തീവ്രവാദികളാണ് മുസ്ലിം ലീഗിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു പിണറായി വിജയനും ഒക്കെ. വയനാട്ടിൽ പിണറായി പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് സഖ്യം നിലനിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ CPM ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റം പറയുന്നു, SDPAയെ കുറ്റം പറയുന്നു, മുസ്ലിം ലീഗിനെ കുറ്റം പറയുന്നു, സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറ്റം പറയുന്നു. ഇന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പച്ചവർഗീയതയാണ് വിജയരാഘവൻ പറയുന്നതെന്ന്. അപ്പോൾ ഒരു ഡോസ് കൂട്ടണം. BJPയോ RSSO പറയുന്നതിനേക്കാൾ ഒരു ഡോസ് കൂട്ടിയാലല്ലേ ഹിന്ദുത്വ പാർട്ടി ആവുള്ളൂ. അതാണ് ലക്ഷ്യം അല്ലേ? അതാണ് ഇപ്പം ലക്ഷ്യം. എന്തായാലും വിജയരാഘവന്റെ അത് പക്ഷെ പൂർണ്ണ വിജയത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഇവര് പണ്ട് AKG ഒക്കെ പറഞ്ഞിരുന്ന പോലെ സവർക്കർ മഹാനാണ് അല്ലേ, അങ്ങനെ പറഞ്ഞു വരണം. അതും കൂടി പറയണം, സവർക്കറേയും കൂടിയൊക്കെ അംഗീകരിക്കണം. എങ്കിലേ ബാക്കി പോയ ഹിന്ദുക്കളെല്ലാം തിരിച്ചു വരുള്ളൂ. സവർക്കർ മഹാനാണ്. ഇങ്ങനത്തെ സംഗതികളൊക്കെ മറ്റേ ഗുരുജി, പിന്നെ ഗോൾവൾക്കർ, ഇവരെല്ലാവരും മഹാന്മാരാണ് എന്നൊക്കെ സവർക്കർ ശരിക്കും വലിയ വിപ്ലവകാരിയാണല്ലോ. വലിയ വിപ്ലവകാരിയാണെന്ന് ഹിരൺ മുഖർജി പറഞ്ഞിരുന്നു, AKG പറഞ്ഞിരുന്നു.
മറ്റേ ഹിരൺ മുഖർജി ആണല്ലോ, അദ്ദേഹം മരിച്ചപ്പോൾ MP ഒന്നും അല്ലാത്ത ആൾക്ക് വേണ്ടിയിട്ട് ഉപചാരം നമ്മളിവിടെ ചരമോപചാരം വേണം എന്ന് അഭ്യർത്ഥിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ അഭ്യർത്ഥിച്ചിട്ടാണ് പാർലമെന്റിൽ അത് അനുവദിച്ചത്. ഓ ശരി. പാർലമെന്റിൽ സംസാരിച്ചു സവർക്കർ മഹാനാണെന്ന്. അന്ന് മിറാജ് കർ സവർക്കറെ ജയിലിൽ നിന്ന് വിടുമ്പോൾ ബോംബെ മേയർ മിറാജ് കർ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റാണ്, അദ്ദേഹം പോയി സ്വീകരിച്ചു. അപ്പോൾ സവർക്കറെ പറ്റി മുമ്പ് പറഞ്ഞിരുന്ന നല്ല വർത്തമാനമെങ്കിലും ഇനി MA ബേബി, ഈ വിജയരാഘവൻ, പിണറായി വിജയൻ ഇവരൊക്കെ പഴയ പാർട്ടി ഫയലൊക്കെ നോക്കി സവർക്കർ മഹാനാണെന്ന് കണ്ടുപിടിച്ച് അതും കൂടിയൊക്കെ പറയുക. BJPയുടെ നിലപാടാണ് ശരി, BJP വന്ന ശേഷമാണ് ഇന്ത്യ വൻശക്തിയാകുന്നത്, ഇങ്ങനത്തെ സത്യവും കൂടിയൊക്കെ പറയുക. മറ്റേ ഗഡ്കരിക്ക് കൊണ്ടുപോയി ഉപഹാരങ്ങളൊക്കെ കൊടുക്കുന്നില്ലേ, മെമന്റോ ഒക്കെ, വഞ്ചിയുടെ ചിത്രം എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഗഡ്കരിയെ സൂചിപ്പിക്കുന്നുണ്ട്. അത് ബാക്കിയുള്ളവരെ കാര്യത്തിലും കൂടിയൊക്കെ ഒന്ന് ചെയ്യണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.